പ്രൈസ് ദി ലോർഡ്. വീണ്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവരെയും ശാലേം ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കോളുകൾക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു വരുന്നു. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുന്നു. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? ബാബേൽ പ്രവാസത്തിൽ കിടക്കുന്ന ഇസ്രയേൽ ജനത്തിന്റെ പ്രാർത്ഥനയാണ്. ശക്തരായ ബാബേൽ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവരുടെ ദേശത്തേക്ക് അവർക്ക് മടങ്ങി വരാൻ കഴിയുമോ എന്നുള്ള ഭാരത്തോടെ അവർ കഴിയുമ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ്, യഹോവയുടെ ഭുജമേ ഉണരണമേ. ദൈവമക്കളെ, ഇന്ന് പ്രതികൂല സാഹചര്യങ്ങളിലോ മറ്റുള്ള വിഷയങ്ങളോ അകപ്പെട്ട് കിടക്കുന്ന ദൈവമക്കൾ ശക്തമായി കർത്താവിനോട് പ്രാർത്ഥിക്കുക. പഴയ കാലത്ത് അവരുടെ പിതാക്കന്മാർ കണ്ടിട്ടുള്ള അത്ഭുതങ്ങൾ, ചെങ്കടലിനെ വിഭാഗിച്ചത്, യോർദാനെ വറ്റിച്ചത്, എരിഹോവിന്റെ മതിലുകൾ തകർത്തത്, ഇതൊക്കെ അവർക്ക് അറിയാം. അവരതോർത്ത് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ. ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും ഒരു പൂർവിക അനുഭവം ഉണ്ടാകാം. ഒന്നുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ആമേൻ കുടുംബ പ്രാർത്ഥനകളിൽ പലപ്പോഴും മാതാപിതാക്കൾ കൈമാറിയിട്ടുള്ള അത്ഭുത സാക്ഷ്യങ്ങളുണ്ട്. ആമേൻ. അത് കേട്ട് വളർന്ന ദൈവമക്കൾ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നിനക്കതോർത്ത് പ്രാർത്ഥിക്കാൻ കഴിയണം. എൻ്റെ പിതാക്കന്മാരുടെ കാലത്ത് ആമേൻ കർത്താവേ, നീ അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള ദൈവമാണ്. ഇന്ന് ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ നിന്റെ ഭുജം നീട്ടണമേ. ആമേൻ. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക. ആമേൻ. ശക്തി ധരിച്ചു കൊള്ളുക. അതെ, ഇന്ന് എത്ര പേർ ആ പ്രാർത്ഥന ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവേ, എനിക്ക് നിന്റെ സഹായം വേണം. കർത്താവേ, എനിക്ക് നിന്റെ കൈയുടെ ബലം ആമേൻ എനിക്ക് വേണ്ടി ഒന്ന് വെളിപ്പെടണം. ഞാൻ അകപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ സർവശക്തനായ കർത്താവിന്റെ കരം വെളിപ്പെടണം. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. പത്രോസും കൂട്ടരും ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇപ്പോഴും ഇവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനാലും നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് നിന്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ കൃപ നൽകണമേ. അപ്പൊ ഭീഷണിയുടെ നടുവിൽ ആമേൻ സ്തോത്രം അപ്പോസ്തലന്മാർ, ദൈവദാസന്മാർ ഓടിപ്പോകുകയല്ല ചെയ്തത്. അവർ ഒരുമനപ്പെട്ട് മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ഭീഷണികളുടെ നടുവിൽ വെളിപ്പെടുന്ന ദൈവശക്തിക്കായി അവര് പ്രാർത്ഥിച്ചപ്പോൾ അവരിരുന്ന സ്ഥലത്ത് ദൈവശക്തി ഇറങ്ങി. ആ സ്ഥലം കുലുങ്ങി. ആകയാൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ നടുവിൽ, ഭീഷണിയുടെ നടുവിൽ ആമേൻ നിന്നെ തുരത്തി എറിഞ്ഞു കളയുമെന്ന് ശത്രുവാദിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ആമേൻ ഓടിപ്പോകുവാനല്ല, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നീ ലജ്ജിതരായി തലതാഴ്ത്തി പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നിന്നെ വീണ്ടെടുത്ത, നിനക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. കർത്താവേ, ഇറങ്ങി വരണമേ. സർവശക്തനെ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണമേ എന്ന് നീ സ്തോത്രം ദൈവത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അടയാളങ്ങൾ നിന്റെ മുമ്പിൽ കാണിച്ച് ആ വിഷയത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവാണ് യേശു കർത്താവ്. 89-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്.
നിന്റെ വലം കൈ ബലമുള്ളതും നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉയർന്നിരിക്കുന്നതുമാണ്. വീര്യമുള്ള ഒരു ഭുജം നമ്മുടെ കർത്താവിനുണ്ട്. അനേകരുടെ കരങ്ങൾ തളരുമ്പോൾ, അനേകരുടെ കരങ്ങൾ പിൻവലിക്കുമ്പോൾ വീര്യം പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം ആമേൻ നീട്ടപ്പെട്ട മോശയുടെ കരത്തിന്മേൽ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ചെന്നു. ചെങ്കടൽ രണ്ടായി വിഭാഗിക്കപ്പെട്ടു. എന്ന് പകലിൽ ദൈവം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ പ്രാർത്ഥനയുടെ കരം നീട്ട. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആണിപ്പാടുള്ള യേശു കർത്താവിന്റെ കരം നിന്റെ കരത്തിന്മേൽ വരിക. ആമേൻ നിന്റെ രോഗങ്ങൾ സൗഖ്യമാകോ. നിന്റെ മുമ്പിൽ മാറത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആമേൻ ചെങ്കലിനെ ദൈവം മാറ്റോ. യെരിഹോവിന്റെ മതിലുകളെ ദൈവം തകർക്കോ. ദൈവത്തിന്റെ കരം ബലമുള്ളതാണ്, വീര്യം പ്രവർത്തിക്കുന്നതാണ്. ഈ ഭുജം എവിടൊക്കെ നീട്ടിയിട്ടുണ്ടോ അവിടെല്ലാം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. പത്രോസും യോഹന്നാനും ഒന്നിച്ചാ കരമൊന്ന് നീട്ടി. 40-ലധികം വർഷമായി അമ്മയുടെ ഉദരം മുതൽ മുടന്തിനായിരുന്നവനെ ആ കരമൊന്ന് തൊട്ടപ്പോൾ അവരുടെ കരത്തിന്മേൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്തോത്രം നദിയാനികളെ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ കരം വന്നു. ഇന്ന് സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ നിന്റെ അടുത്ത് രോഗികൾ കിടപ്പുണ്ടോ? നിന്റെ ഭവനത്തിൽ രോഗികളുണ്ടോ? വിശ്വാസത്തോടെ നിന്റെ കരം ആ രോഗികളുടെ മേൽ വെക്ക്. ആ സാമ്പത്തിക ഞെരുക്കത്തിന്മേൽ വെക്ക്. ആ പ്രതികൂലത്തിന്മേൽ വെക്ക്. നിന്റെ കരത്തിന്മേൽ വെളിപ്പെടുന്ന വീര്യം പ്രവർത്തിക്കുന്ന ഭുജമുണ്ട്. ആണിപ്പാടുള്ള യേശുക്രിസ്തുവിന്റെ കരമുണ്ട്. ആ കരം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആകയാൽ പ്രാർത്ഥിക്കുക, യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക. സ്തോത്രം ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ നാളുകളെ പോലെ നിന്റെ കരമൊന്ന് ഉയരണമേ. ആ കരം ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ പ്രതിസന്ധികളെ തകർക്കുന്ന കരമാണ്. ആ കരം ആമേൻ മരിച്ചതിനെ ജീവിപ്പിക്കുന്നതിനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന കരമാണ്. ആ സ്തോത്രം പ്രാർത്ഥനയിൽ ആമേൻ ശക്തമായി ആമേൻ യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും. ഗോഡ് ബ്ലെസ് യു ഓൾ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി സ്തോത്രം. എന്റെ കേൾവിക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്നിടത്ത് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ. ആമേൻ സ്തോത്രം. അവരുടെ ഭീഷണിയുടെ നടുവിൽ ഇറങ്ങി വന്ന് വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. രോഗത്തിന്മേൽ ആമേൻ സൗഖ്യമാക്കുന്ന ആണിപ്പാടുള്ള യേശുക്രിസ്തുവിന്റെ കരം വെളിപ്പെടട്ടെ. സമാധാനം ഉണ്ടാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ ജനത്തെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. ഞങ്ങളുമായി പ്രാർത്ഥന വിഷയങ്ങൾ ഷെയർ ചെയ്യുവാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.